ഹലോ, അങ്ങനെ നമ്മളും ഒരു മീഷോ സെല്ലർ ആയിരിക്കുകയാണ് കേട്ടോ. വസ്ത്രീയത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് വച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഓൺ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള നമ്മുടെ സ്വന്തം മീഷോയിലും ഒരു സെല്ലർ ആയിരിക്കുകയാണ്. അപ്പോൾ വസ്ത്രീയത്തിൻ്റെ ഓൺ പ്രോഡക്റ്റ്സ് മീഷോയിലും ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഉദ്യം രജിസ്ട്രേഷനും GST രജിസ്ട്രേഷനും ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട് വെച്ചാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ സാധിക്കും. മീഷോയിൽ അവർ എക്സ്ട്രാ ചാർജസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെലിവറി ചാർജ് അവരെടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്രയാണോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന ചാർജിൻ്റെ കൂടെ പ്ലസ് ഇത്രയും എന്നുള്ളതും കൂടി ആഡപ്പ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ചാർജ് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് മീഷോ എടുക്കുന്ന കമ്മീഷനാണ്. പക്ഷേ നോർമലി മീഷോ പ്രത്യേക കമ്മീഷൻസ് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാറ്. നമ്മൾ പക്ഷേ MRP കൊടുക്കുന്ന ആ ഒരു സമയത്ത് മീഷോയുടെ റേറ്റും കൂടി ആഡപ്പായിട്ടായിരിക്കും അതിൽ വരുന്നത്. അതിൽ ഡെലിവറി ചാർജും കൂടിയാണ് അവർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മീഷോ റേറ്റ് എത്രയാണോ അത്രയും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. മീഷോ സെല്ലറിൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ നിങ്ങളുടെ പ്രോസസ്സും പ്രോഗ്രസ്സും എല്ലാം തന്നെ കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ വേഗം ചെയ്തോ.